നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനമാണ് പശ്ചാത്തല സൗകര്യ വികസനം. ഇപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ വലിയ തോതിൽ ചില പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ ഉയർന്നു വന്നൊരു സമയമാണല്ലോ. അത് നാടിൻ്റെ വികസനം ചില മേഖലകളിൽ വലിയ തോതിലുണ്ടായിരിക്കുന്നു. അത് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകത്തക്ക രീതിയിലുള്ള വികസനമാണ് എന്നത് വസ്തുതകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്ന ജനപ്രതിനിധി വ്യക്തമാക്കുകയുണ്ടായി. അദ്ദേഹം ഒരു സാധാരണ ഒരു പൊതുവായൊരു പ്രസംഗം നടത്തുകയല്ല ചെയ്തത്. ലോകത്ത് IT രംഗത്ത് സ്റ്റാർട്ടപ്പുകളുടെ വികാസം, അതിൻ്റെ കണക്കെടുത്താൽ അതിൻ്റെ ലോകത്തിൻ്റെ തോതിൻ്റെ എത്രയോ മടങ്ങ് കൂടുതൽ വികാസം ഈ കേരളം നേടിയിരിക്കുന്നു. അതാണ് അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനം വ്യവസായങ്ങളുടെ കാര്യത്തിൽ പുതിയ നിക്ഷേപങ്ങൾ വരുന്ന കാര്യത്തിൽ വലിയ നേട്ടമുണ്ടാക്കുന്നു. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിയിരിക്കുന്നു. ഇത് നമ്മുടെ നാടിന് എങ്ങനെയാണ് നേടാൻ കഴിഞ്ഞത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നേരത്തെയുണ്ട്. നമ്മുടെ റോഡുകൾ നേരത്തെയുണ്ടല്ലോ. അപ്പോൾ ഒരു നിക്ഷേപകൻ കേരളത്തിൽ നിക്ഷേപം നടത്താൻ തയ്യാറായി ഇങ്ങോട്ട് വരുന്നു. അദ്ദേഹം നിക്ഷേപം നടത്താൻ കണ്ട സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. അപ്പോഴാണ് കേട്ട കേരളവും ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന കേരളവും രണ്ടാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. കാരണം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എത്രയോ മണിക്കൂറുകൾ റോഡിൽ കഴിയേണ്ടി വരും. ഏതായാലും അദ്ദേഹം യാത്ര പൂർത്തിയാക്കുന്നു. പക്ഷെ ആ യാത്രയോടെ അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇവിടെ നിക്ഷേപം വേണ്ട, എന്തിനീ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് യാത്രക്ക് പോലും സൗകര്യമില്ലാത്ത ഈ നാട്ടിൽ നിക്ഷേപം നടത്തുന്നു. അടുത്ത സംസ്ഥാനത്തേക്ക് പോകുന്നു. അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു. ഇത് സ്ഥാപനത്തിൻ്റെ പേരും ആളുടെ പേരൊന്നും പറയുന്നില്ലെങ്കിലും നമ്മുടെ കേരളത്തിൽ സംഭവിച്ച യാഥാർത്ഥ്യങ്ങളാണ്, വസ്തുതകളാണ്. അതിന് കാരണം നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനമില്ലായ്മയായിരുന്നു. ഇതിലാണ് നാം വലിയ തോതിലുള്ള മാറ്റം വരുത്തിയത്. ആ മാറ്റം കേവലമായ റോഡ് വികസനം മാത്രമല്ല,
റോഡ് വികസനത്തിലൂടെ നാടിൻ്റെ മൊത്തം വികസനമാണ് വരുന്നത്. ഇത് കൂടുതൽ നിക്ഷേപത്തിനും അവസരങ്ങൾ ഉണ്ടാക്കി. കാരണം വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നു. ആ സഞ്ചരിക്കാൻ പറ്റുന്ന സാഹചര്യം മൊത്തത്തിൽ ഒരുങ്ങിയിരിക്കുന്നു. കേരളത്തിലെ 4 എയർപോർട്ടുകൾ, അവിടെ ഇറങ്ങിയാൽ എവിടെയാണോ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നത് അവിടത്തേക്ക് അതിവേഗം എത്താൻ കഴിയുന്ന റോഡ് സൗകര്യം വന്നിരിക്കുന്നു. അപ്പോൾ പശ്ചാത്തല സൗകര്യ വികസനം എന്നത് വളരെ പ്രധാനമാണ്.